അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കാരുണ്യം അതിവിശാലമാണ്. വിശുദ്ധ ഖുർആനിൽ വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമായി കിടക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. അത് അള്ളാഹുവിനെ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമായി അള്ളാഹു ഈ ദുനിയാവിൽ സംവിധാനിച്ചിട്ടുണ്ട്. എന്നാൽ അതേ ആയത്തിന്റെ ബാക്കി ഭാഗത്തായി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി കൊണ്ട് അവന്റെ കാരുണ്യത്തെ രേഖപ്പെടുത്തുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോ ഈ ദുനിയാവിൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം പ്രത്യേകമായി ലഭിക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ എന്ന് മാത്രമല്ല, നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് അനിവാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞത്, നിങ്ങളുടെ കർമ്മഫലങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. പ്രവാചകനോട് സ്വഹാബിമാരുടെ തിരിച്ചു ചോദ്യം, പ്രവാചകരെ താങ്കൾക്കും പ്രവേശിക്കാൻ സാധ്യമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ പ്രവാചകൻ പറഞ്ഞത്, ഇല്ല അന അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അള്ളാഹുവിന്റെ റഹ്മത്ത് കാരുണ്യം എന്നിൽ പൊതിഞ്ഞിട്ടല്ലാതെ എനിക്കും സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം പ്രത്യേകമായി ലഭിക്കേണ്ടതുണ്ട്. അത് ഈ ദുനിയാവിലും ലഭിക്കേണ്ടതുണ്ട്, നാളെ പാരത്രിക ലോകത്തും ലഭിക്കേണ്ടതുണ്ട്. അതിനുതകുന്ന പല കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തത് നമ്മൾ തഖ്വയോടുകൂടി ജീവിക്കുക എന്നത് തന്നെയാണ്. നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ ബാക്കി ഭാഗമായി കൊണ്ട് പറഞ്ഞത് ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, തഖ്വയോടുകൂടി ജീവിക്കുന്ന, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ കാരുണ്യം അവനിൽ ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക എന്ന പ്രധാനപ്പെട്ട രണ്ട് അടിസ്ഥാന കാര്യങ്ങളാണ്. വഅതിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതോടൊപ്പം അള്ളാഹു നമുക്ക് സൂചിപ്പിച്ചു നൽകിയത് വിശുദ്ധ ഖുർആൻ എന്നത് തന്നെ, അതിനെ പിൻപറ്റുക എന്നത് തന്നെ നമുക്ക് കാരുണ്യം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമായി പറയുന്നുണ്ട്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ അത് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. ആ അനുഗ്രഹീതമായ ഗ്രന്ഥത്തെ നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ കാരുണ്യം ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതോടൊപ്പം ആ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കുകയാണെങ്കിൽ ഫഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ, കേൾക്കുന്ന സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കാരുണ്യം ലഭിച്ചേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതോടൊപ്പം നിസ്കാരം, സക്കാത്ത് പോലെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായി നിർവഹിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഅല്ലകും തുർഹമൂൻ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ പാപമോചന തേട്ടങ്ങൾ എത്ര കണ്ട് അധികരിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് അള്ളാഹുവിന്റെ പാപമോചനത്തിൽ നിന്നും അതുപോലെ തന്നെ റഹ്മത്തും നമുക്ക് ലഭിക്കാൻ കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങൾ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്, ആദർശ ബന്ധുക്കളാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, പരസ്പരം സാഹോദര്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷം വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇങ്ങനെ സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ഈ ലോകത്തും നാളെ പാരത്രിക ലോകത്തും അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം നമുക്ക് ലഭിക്കാൻ കാരണമാകും. അതിന് നമ്മൾ പരിശ്രമിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്ക് അവന്റെ പ്രത്യേകമായ അനുഗ്രഹം നൽകി, അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.